ഇത് ജൂൺ മാസമാണ്, മഴക്കാലമാണ്, പേമാരിയാണ് നാട്ടിലെങ്ങും പെയ്യുന്നത്. ഇതിനിടയിൽ ഒരുപാട് അസുഖങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി, വയറിളക്കം, ജലദോഷം, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ. മിസ്സിന്റെ മക്കൾ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതൊക്കെ എങ്ങനെ നമുക്ക് തടയാമെന്ന് പറയുന്ന കുട്ടി മാർഗങ്ങളുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. മഴക്കാലമായാലും വേനൽക്കാലമായാലും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി രോഗങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കുറേ വില്ലന്മാരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കൊതുകുകൾ. അപ്പോൾ കൊതുക് കൂടാതെ ഈച്ചയും എലിയൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ ഈ ഒരു വില്ലനെ തുരത്തി ഓടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച് കളഞ്ഞ് ആ ഒരു പാത്രം ഇങ്ങനെ കമിഴ്ത്തി വെക്കണം. ജൂൺ മാസമാണ്, നല്ല മഴയുടെ ഒരു കാലമാണ് അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് മെയിനായിട്ട് കരുതേണ്ട ഒരു സാധനമാണ് നമ്മുടെ കുട. അപ്പോൾ കുടയില്ലാതെ പോയി കഴിഞ്ഞാൽ മഴ കൊണ്ടാൽ ജലദോഷം, പനിയൊക്കെ വരും. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, കുറേ മരുന്ന് കഴിക്കണം. അതുകൂടാതെ കുറേ ക്ലാസ്സസ് ഒക്കെ നമുക്ക് മിസ്സാവും. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സ്കൂളിലോട്ട് പോകുന്ന സമയത്ത് കുട എടുത്ത് പോവുക. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷമൊക്കെ കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകണം. നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വീടിന് ചുറ്റും കാണുന്ന പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിഠായിയുടെ കവേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കില്ല, അതൊക്കെ എന്ത് ചെയ്യണം? എൻ്റെ മക്കള് ഇതുപോലെ എടുത്ത് വേസ്റ്റ് ബിന്നിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇടും. നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ഉന്മേഷത്തോടെ എല്ലാ കാര്യങ്ങളും നല്ല ആക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക എന്ന് പറയുന്നത് വേറൊരാളുടെ കടമയൊന്നുമല്ല, നമ്മൾ തന്നെ സ്വയമായിട്ട് സൂക്ഷിക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കളെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കാരണം മഴക്കാലത്ത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് രോഗങ്ങൾ വരും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.